ഹലോ. അപ്പോൾ നമുക്കിന്നൊരു എൻഗേജ്മെൻറ്റ് മേക്ക് ഓവർ വീഡിയോ കണ്ടാലോ. ഇത് സഫയുടെ എൻഗേജ്മെൻറ്റാണ് ഇന്ന്. അപ്പോൾ ആദ്യം തന്നെ സഫക്ക് നമ്മൾ ലെൻസ് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുകയാണ്. ജസ്റ്റ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു. പിന്നെ കണ്ണിനൊരു ഐ മേക്കപ്പ് ബേസ് കൂടിയായിട്ട് മോയ്സ്ചറൈസർ തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മളിതാ അധികം കറക്ഷനും കാര്യങ്ങളൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് തന്നെ നേരെ ഐ മേക്കപ്പിലേക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഐ ഒന്ന് കൺസീൽ ചെയ്ത് കൊടുത്തു. ഇതേപോലെ മറ്റേ ഐസും കൂടി ഒന്ന് കൺസീൽ ചെയ്യുകയാണ്. ജസ്റ്റ് ഐബ്രോ കൂടി അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ജസ്റ്റ് ഒരു ഷേപ്പ് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിത് നല്ലോണം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബ്ലെൻഡ് ചെയ്തതിന് ശേഷം പൗഡർ വെച്ചിട്ട് നമ്മളൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് ഒരു ഐ ഷാഡോ, ലൈറ്റർ ഷെയ്ഡ് ഐ ഷാഡോ ആണ് ഞാൻ ഫസ്റ്റ് കൊടുക്കുന്നത്. അത് നല്ലോണം നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. സെക്കൻഡായിട്ട് കുറച്ചുകൂടി ഡാർക്ക് ഷെയ്ഡ് ഐ ഷാഡോ എടുത്തിട്ട് പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ജസ്റ്റ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതേപോലെ തന്നെ നമ്മൾ മറ്റേ ഐസിലും കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ലൈറ്റർ ഷെയ്ഡ് ഷിമ്മർ എടുത്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ന്യൂഡ് ഐ മേക്കപ്പ് വേണമെന്ന് സഫ പറഞ്ഞുകൊണ്ടാണ് കുറച്ചും കൂടി നമ്മൾ ലൈറ്റ് മേക്കപ്പ് ചെയ്യുന്നത്. ഇനി ഒരു ലാഷ് കൂടി വെച്ച് കൊടുത്തു കേട്ടോ. ഇനി ജസ്റ്റ് നമുക്കൊരു ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രോക്ക് ക്രീം അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിനുശേഷം പിഗ്മെൻറ്റേഷനും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ ജസ്റ്റായിട്ട് നമ്മൾ കൺസീലർ വെച്ചിട്ട് ഒന്ന് ഹൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. ആൾക്കത്ര പിഗ്മെൻറ്റേഷനും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഓറഞ്ച് കളർ കറക്ഷനൊന്നും ഞങ്ങൾ ചെയ്യുന്നില്ല കേട്ടോ. ജസ്റ്റ് കൺസീലർ വെച്ചിട്ട് നന്നായിട്ട് ഹൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് ഫൗണ്ടേഷൻ നമുക്ക് ഷെയ്ഡ് ഒന്ന് ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഓക്കെ ആണെന്ന് അറിഞ്ഞതിന് ശേഷമാണ് ഫൗണ്ടേഷൻ യൂസ് ചെയ്ത് കൊടുക്കാറ്. അതിനുശേഷം നന്നായി ഫൗണ്ടേഷൻ ഒരു സൈഡ് അപ്ലൈ ചെയ്തിട്ട് അത് നന്നായി ബ്രഷ് കൊണ്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ബ്രഷ് കൊണ്ട് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഒരു ബ്ലെൻഡർ കൂടി വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഓരോ പോർഷനായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അധികം ഫൗണ്ടേഷൻ ഡ്രൈ ആവത്തൊന്നുമില്ല. അതിന് മുന്നേ തന്നെ നമുക്ക് നല്ലോണം ബ്ലെൻഡായി കിട്ടും. നെക്സ്റ്റ് ഭാഗം കൂടി അതുപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് ബ്രഷ് കൊണ്ടാണ് കേട്ടോ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കവറേജ് കിട്ടുന്നത് പോലെ തോന്നും. പിന്നെ ഇതാ ഫോർഹെഡിലും എല്ലായിടത്തും ഒന്നും കൂടി നല്ലോണം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു കൺസീലർ ഷെയ്ഡ് വെച്ചിട്ട് അണ്ടർ ഐസും ഒന്ന് കൺസീൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളെ നോസ്, ചിന്ന്, നമ്മൾ എവിടെയാണോ ഹൈലൈറ്റ് ചെയ്യേണ്ടത് ആ ഭാഗങ്ങളിലൊക്കെ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മളിതാ പൗഡർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു പൗഡർ എടുത്തിട്ട് നമ്മൾ ലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇവിടെ ട്രാൻസ്ലൂഷൻ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് നമ്മൾ ഫേസ് മൊത്തം ഒന്ന് ലോക്കാക്കി കൊടുക്കുന്നുണ്ട്. ഞാനിതാ നമുക്കൊരു ബ്ലഷ് കൂടി അപ്ലൈ ചെയ്യാം. ബ്ലഷ് ഞാൻ ചീക്സ്, നോസ്, നമ്മളെ ചിന്ന് അവിടേക്ക് നന്നായി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഐലൈനർ ഇട്ട് കൊടുക്കാം. ചെറിയൊരു വിങ് ലൈന് മാത്രമേ അത്യാവശ്യം നമ്മൾ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. അതിനുശേഷം മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളെ ഫിക്സിങ് ലാഷസും ഒറിജിനൽ ലാഷസും തമ്മിൽ ഒന്ന് ഒറിജിനൽ പോലെ നിൽക്കാൻ വേണ്ടിയിട്ട് നന്നായി മസ്കാര അപ്ലൈ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ലിപ്സ്റ്റിക്ക് ഇടുന്ന വീഡിയോ നമ്മളെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. ജസ്റ്റ് ലിപ്പ് ലൈൻ ചെയ്തു, ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുത്തു, ജസ്റ്റ് ഒരു ലിപ്പ് ഗ്ലോസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഹൈലൈറ്റ് ചെയ്യേണ്ട പോർഷൻസിലൊക്കെ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായി കൈ വെച്ച് ഒന്ന് ബ്ലെൻഡും കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫൈനലായിട്ട് സെറ്റ് സ്പ്രേ കൂടി അടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ലോവർ ലാഷസിൽ ജസ്റ്റ് ഐ ഷാഡോ ഒന്ന് സ്മെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആൾ താഴെ കണ്ണെഴുതുന്നതെല്ലാം പറഞ്ഞതുകൊണ്ട് ജസ്റ്റ് നമ്മൾ വിചാരിച്ചു ഒന്ന് സ്മെഡ് ചെയ്ത് കൊടുക്കുക ഐ ഷാഡോ വെച്ചിട്ട്. ആളുടെ ഐബ്രോ ഒന്നും ചെയ്യേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്ത് കൊടുത്തൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് സഫൻ്റെ ഫൈനൽ ലുക്ക് കണ്ടാലോ. ഇതാണ് സഫൻ്റെ ഫൈനൽ ലുക്ക്. പിന്നെ ഹെയർ ചെയ്യുന്ന വീഡിയോ ഒന്നും ടൈമിൻ്റെ ഇഷ്യൂ കാരണം നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ.
അതുകൊണ്ട് മിഡിൽ പാർട്ടീഷൻ എടുത്തിട്ട് ജസ്റ്റ് ഒരു എക്സ്റ്റൻഷൻ കൂടി വെച്ചിട്ടാണ് ഹെയർ സ്റ്റൈൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.